ഞാൻ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യലുണ്ട്, വിമർശിക്കലുണ്ട്, പറയേണ്ടത് പറയലുണ്ട്. പറയാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിമർശനമുണ്ട്. അത് എതിർപ്പുണ്ടെങ്കിൽ അത് എതിർപ്പ് കാണിക്കാറ് തന്നെയുണ്ട്. ഇന്ന് എനിക്കൊരാളൊരു വീഡിയോ അയച്ചു തന്നു. ഞാൻ സാധാരണ നോക്കാറില്ല, എന്നാലും അത് കണ്ടപ്പോഴെനിക്ക് നോക്കണം തോന്നി. ഏതായാലും ആ വീഡിയോ നിങ്ങളൊന്ന് കാണണേ. രേണുസുതിക്കെതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ? ബിഷപ്പല്ലേ, ബിഷപ്പാമ്പ്. അത് തന്നെ ഞാൻ പറഞ്ഞ ആ ബിഷപ്പ് ഇന്നലെ ബിഷപ്പല്ല, ബിഷപ്പാമ്പ് എന്നാണ് രേണു പറഞ്ഞത്. തെണ്ടിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂതറത്തരം എന്നേ ഞാൻ പറയുള്ളൂ. തെണ്ടിത്തരം എന്ന് ഞാൻ പറയാം, കൂതറത്തരം. ഒരു മനുഷ്യനൊരു സ്ഥലം തന്നു കഴിഞ്ഞാൽ നന്ദി വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്താ പറഞ്ഞത്? ബിഷപ്പാമ്പ് എന്നാ. ആ മനുഷ്യൻ അങ്ങനെ പറയാൻ ഈ സ്ത്രീക്ക് എന്താന്ന് ഇത്ര അധികാരമായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യത്തിലും നമുക്ക് അങ്ങനെ എടുത്ത് തലയിൽ വെക്കാൻ പറ്റൂല. ഏതോ ഒന്നിൻ്റെ കൂടെ വന്ന് ഇരുന്നിട്ട് അവിടെ കിടന്നിട്ട് ബിഷപ്പല്ല ബിഷപ്പാമ്പ്, എന്ത് തോന്നിയവാസമാണ് പറഞ്ഞത്? എത്ര ആൾക്കാരുടെ പ്രതീക്ഷയാണ്. അങ്ങേരെ ഒന്നുമില്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയേണ്ടത്, ഒരുപാട് പേര് ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങേരെ എന്ത് തോന്നിയവാസമാണ് വിളിച്ചിരിക്കുന്നത്? അങ്ങേരെന്താ നിങ്ങളുടെ കുട്ടികളെ കാണാൻ വന്നാണോ? അങ്ങേരെ അന്തസ്സായിട്ട് നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത സമയത്ത് 5 സെൻറ്റ് സ്ഥലം തന്നൊരു മനുഷ്യനാണ്. അങ്ങേരെ എന്നിട്ട് വിളിക്കുന്ന വിളി കേട്ട നിങ്ങൾ. ഏതായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് രേണുവിനെതിരെ ഇപ്പോഴൊരു കേസ് വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതായത് ആ വീട്ടിൽ നിന്നും രേണുവും അതുപോലെ അവരെല്ലാം ഇറങ്ങിക്കൊടുക്കണം എന്നുള്ള തരത്തിലൊരു കേസ്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പിന്മാറാൻ തയ്യാറാണ്. പക്ഷേ അച്ഛനെതിരെയുള്ള വീഡിയോസ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ആൾക്കാർ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, രേണുസുധീനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ഛനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ചില സമയത്ത് അച്ഛൻ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞല്ലാതെ അച്ഛനെ അങ്ങ് കുറ്റം പറയാനൊന്നും നമ്മളില്ല. ഞാൻ പറയാം, ഒരു സ്ത്രീ ഒന്നുമില്ലാത്ത സമയത്ത് സഹായം ചെയ്ത വ്യക്തി തന്നെയാണ് അച്ഛൻ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഫിറോസും അവിടെ വീട് വെച്ച് കൊടുത്തത് തന്നെയാണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് അവരെ മൊത്തത്തിൽ അങ്ങ് അടച്ചാക്ഷേപിച്ച് ഇതുപോലുള്ള പേരുമിട്ട് അവരങ്ങ്, അതിന് നമ്മൾ സമ്മതിക്കത്തില്ല. അതിന് ഒരുത്തനെയും നമ്മൾ കൂട്ടിവെക്കാൻ അനുവദിക്കത്തില്ല. വളരെ മോശം എന്ന് പറഞ്ഞാൽ രേണുസുധി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. അമ്മാതിരി ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കിന്ന് ഈ വീഡിയോ കണ്ടപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത് എപ്പോഴാണ് നടന്ന സംഭവം എന്ന് എനിക്കറിയില്ലായിരുന്നു ഇത്. അതായത് ഒരു മനുഷ്യൻ ഒരു അച്ഛനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അദ്ദേഹത്തെ വേണമെങ്കിൽ നിങ്ങൾ വിമർശിച്ചോ, ശരിയാണ്, അച്ഛൻ എനിക്ക് സ്ഥലം തന്നത് ശരിയായിട്ടില്ല, ഇല്ലെങ്കിൽ അച്ഛൻ തന്ന സ്ഥലം അങ്ങ് അച്ഛൻ തന്നെ തിരിച്ചെടുത്തോ, അച്ഛൻ തന്നെ അങ്ങ് എടുത്തോ എന്നൊക്കെ പറയാം നമുക്ക്. അല്ലാതെ ആ മനുഷ്യനെ ഇത്രയും ആൾക്കാർ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്ന ഒരു മനുഷ്യനെ ഇതുപോലെയുള്ള വാക്ക് ഉപയോഗിച്ചതിന് എനിക്കൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയോട് എനിക്ക് കൂട്ടിവെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഈ കേസിനെ പറ്റി പഠിച്ചപ്പോഴേ അച്ഛൻ ആ കേസ് കൊടുത്തതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങേര് ഈ സ്ഥലവും കൊടുത്ത് അങ്ങനെ ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ട് അങ്ങേർക്കുള്ള പേര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര മോശമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാ കാര്യത്തിനും ഒന്നും രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ചില കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സുധിയുടെ ആണ്ട് ദിവസം അലൻ ജോസ് പെരേര മറ്റേ ഡാൻസ് കളിക്കുന്നില്ല ഒരുത്തൻ, ഈ ഡാൻസ് കളിക്കുന്ന ഈ ടീമിനെയും കൊണ്ടുവന്നിട്ട് വീട്ടിൽ ആഘോഷം നടത്തിയതാന്ന് രേണു. അന്ന് ഞാൻ രേണുവിനെ വിമർശിച്ചിട്ടുണ്ട്. അത് ചെയ്തത് മഹാപോക്രിത്തരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ അയാളുടെ മരണശേഷം ആ കുട്ടികൾക്ക് കിട്ടിയ വീട്ടിൽ അയാളുടെ ആണ്ട് ദിവസം അയാളുടെ ശവസംസ്കാരത്തിന് പോലും വരാത്ത കുറേ എണ്ണത്തിനാ, അത് സോഷ്യൽ മീഡിയയിലുള്ള കുറേ ഉളകളാ ഇവറ്റകളെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഡാൻസ് കളിപ്പിച്ചുകൊണ്ട് അന്ന് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ കിട്ടുന്നത്. ഇത് കണ്ടപ്പോഴും ഞാൻ ഞെട്ടിപ്പോയായിരുന്നു. എത്ര മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, എത്ര ക്രൂരമായിട്ടാണ് അച്ഛനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. വളരെ മോശമായതല്ലേ. ആ മനുഷ്യൻ എന്താ ഒരുപാട് പേരെ സഹായിക്കുന്ന മനുഷ്യനല്ലേ. ഒന്നുമില്ലാത്ത സമയത്ത് ഞാൻ കൊടുക്കാൻ സ്ഥലം എന്ന് പറഞ്ഞു വന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ കയറി കുറ്റം പറയില്ല. കുറ്റം പറഞ്ഞാൽ നിങ്ങളെ വീട് ചോരുന്നുണ്ട്, ശരിയാണ്, നിങ്ങളുടെ വീട് ചോരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫിറോസിന് അറിയില്ല. ഫിറോസ് ചിലപ്പോൾ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളെ ഏൽപ്പിച്ച സംഭവമായിരിക്കും, അയാൾ ചിലപ്പോൾ വലിപ്പിച്ചതായിരിക്കും. അപ്പം അതൊക്കെ കൊണ്ട് അത് റെഡിയാക്കാൻ വേണ്ടി നോക്കുക, അത്ര തന്നെ. അല്ലാതെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ വന്നിട്ട് ഏതോ അതിൻ്റെ കൂടെ ഏതോ ഇരിക്കുന്ന അറിയില്ല, ആ കുഴി ചാടിക്കുന്ന അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും എന്തൊക്കെ തോന്നിയവാസം പറയുകയാണോ എടുത്തിട്ട്? നമുക്കൊരു ചാനലിൽ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ തോന്നിയവാസം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടിവെക്കത്തില്ല എൻ്റെ പൊന്നു സഹോദരി. കാരണം കൂട്ടിവെക്കാൻ കഴിയില്ല. നിങ്ങൾ വെള്ളടിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്താ പറയണ്ടേ ബ്രാൻഡ് അംബാസഡർ ആവോ, അല്ലെങ്കിൽ വേറെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരുടെ മുന്നിലും തലകുഞ്ഞി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു സഹായം സ്വീകരിച്ചു എന്ന് കരുതിയിട്ട് ആരുടെയും അടിമയാകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ജീവിതം ജീവിക്കാം. പക്ഷേ തന്നവരാ നമ്മൾ ഇമാതിരി പേരൊന്നിട്ട് പരിഹസിക്കരുത്. നമ്മളെ ഒരു സംഭവത്തിൽ നമ്മളെ സഹായിച്ചവർ, നമ്മൾ വെറും ഒരു വാടക വീട്ടിൽ ആരാലും ഓർക്കപ്പെടാനില്ലാത്ത അല്ലെങ്കിൽ ഒരാൾ പോലും കയറി വരാത്ത ഒരു വാടക വീട്ടിലിരിക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ വന്നവരാണവർ. ആ സഹായിക്കാൻ വന്നവരെ നമ്മൾ ബിഷപ്പാമ്പ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു സഹോദരി, നിങ്ങളൊരു 7 തലമുറ ചിലപ്പോൾ ഇതിന് ഉത്തരം പറയേണ്ടി വരും.
ആ മനുഷ്യൻ അറിഞ്ഞൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആ മനുഷ്യനോട് വെച്ച് കാലിൽ വീട് മാപ്പ് പറയണം. അതാ വേണ്ടത്. ഇനി അങ്ങനെ വിളിച്ചത് തെറ്റായിപ്പോയി, അത് കഴിഞ്ഞിട്ട് കേസ്, അത് കഴിഞ്ഞിട്ടാണ് കേസ്. അങ്ങനെ നിങ്ങൾ വിളിച്ചതാണെങ്കിൽ ആ വിളിച്ചതിൻ്റെ തെളിവാണ് ഇപ്പം ഞാൻ കാണിച്ചത്. അത് മനസ്സിലാക്കണം നിങ്ങൾ. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതി ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം ഒന്ന് മറ്റേ ഡാൻസ് കളിച്ചതും, രണ്ടാമത്തെ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഇതുമാണ്. ഇതിന് രണ്ടിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാപ്പ് തരാൻ കഴിയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യൻ്റെ ആണ്ട് ദിവസം വന്നിട്ട് തോന്നിയവാസം കളിക്കുക, ഒരു സ്ഥലം തന്ന് സഹായിച്ച ഒരു മനുഷ്യനെ പാമ്പിനോട് ഉപമിക്കുക, എത്ര തോന്നിയവാസം നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അടിമയായി കഴിയണമെന്നോ അല്ലെങ്കിൽ എല്ലാവരുടെയും കാല് പിടിച്ച് കഴിയണമെന്നോ അച്ഛനെ തന്നെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബഹുമാനിക്കണമെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ അവഹേളിക്കരുത്, അതാണ് വേണ്ടത്. വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ അദ്ദേഹത്തെ നല്ല രീതിയിൽ അച്ഛൻ നല്ലതാണ് എന്ന് പറയാം. അല്ലാതെ അച്ഛനെ അങ്ങ് കയറിയിട്ട് ഇമാതിരി പോക്കൃത്തരം പറയാൻ പാടില്ല. അത് വളരെ മോശമായി പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. 1 സെൻറ്റ് ഭൂമിക്ക് വേണ്ടിയിട്ട്. ഇന്ന് ഞാനൊരു സഹോദരിയുടെ വീഡിയോ കണ്ടു. ആ സഹോദരി അവർക്ക് കൊടുത്ത ഓഫർ 3 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീട് വെച്ച് തരാമെന്നാണ്. അങ്ങനെ ഈ സഹോദരി ജോലി ചെയ്ത് 12 ലക്ഷത്തോളം രൂപ ഉണ്ടാക്കിയിട്ട് 3 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. ആ സ്ഥലത്തിന് ഇന്ന് തറക്കല്ലിടലായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ വരെ ജീവിക്കുന്ന നമ്മളെ ഈ നാട്ടിൽ ഫ്രീ ആയിട്ട് ഒരു മനുഷ്യ സ്ഥലം കൊടുത്തു, മറ്റൊരാൾ വീട് കൊടുത്തു. എന്നിട്ട് കയറി കൂടിയപ്പോൾ എന്തോ ഒരു ചെറിയ പ്രശ്നം വന്ന് അതുവരെ ഇല്ലാത്ത തങ്കഞ്ചേട്ടൻ വന്നു. തങ്കഞ്ചേട്ടന് ഇത്രയും ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും വീട് കൊടുക്കരുതായിരുന്നു. ഞാൻ വിചാരിച്ചു തങ്കഞ്ചേട്ടന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുന്ന ഒരു മനുഷ്യനാണ്, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തൊരു മനുഷ്യനാണ്. പക്ഷേ ഫിറോസിനെ പറയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് തങ്കഞ്ചേട്ടന് നല്ല ആരോഗ്യമുണ്ട്, അങ്ങേർക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല. പണ്ട് ഞാൻ ഏതൊരു ഇതിൽ സുധീൻ്റെ വാക്ക് കേട്ടത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിയോട് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുകയാണ് നിങ്ങളുടെ പൈസ എങ്ങനെയാണ് പോകുന്നത്. അപ്പോഴാണ് അയാൾ പറയുന്നത് എൻ്റെ അമ്മായി അച്ഛന് അസുഖമാണ്, അങ്ങേരക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ അങ്ങ് പറയുന്നത്. അപ്പം ഞാൻ അതും കണക്കൂട്ടിയിട്ടാണ് നോക്കുമ്പോൾ പയറുമണി പോലെ ഓടിച്ചാടി നടക്കുന്ന തങ്കഞ്ചേട്ടനെയാണ് നമ്മൾ ഇൻ്റർവ്യൂവിൽ കാണുന്നത്. ആ വീരശൂര പരാക്രമിക്കാണ് വീട് കൊടുത്തത് എന്നറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വരെ ഞെട്ടിപ്പോയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇതിലും അവശരായി കഴിയുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുള്ളപ്പോഴേ നമ്മൾ ഇവർക്കൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ രേണുസുതി മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു കഴിവ് കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ സങ്കടം കണ്ടിട്ടോ അല്ല. കൊല്ലസുതി എന്ന് പറയുന്ന ആ മനുഷ്യനോടുള്ള ഒരു ബഹുമാനം കണ്ടിട്ട് തന്നെയാണ്. കൊല്ലസുതിയോടുള്ള എവിടെയും എത്താത്ത ആ ഒരു മനുഷ്യനോട് ഇപ്പോഴിനിയിപ്പം നിങ്ങൾക്ക് ഒരുപാട് കാശ് കിട്ടും, നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും വിഷപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാണ്. കാലിൽ വീണ് മാപ്പ് പറയണം. ബാക്കിയൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞില്ല, ബാക്കി എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു, അതിലൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല. ഒരാളുടെ അടിമയായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവൻ പറയുന്നത് കേട്ടിട്ടോ ഇല്ലെങ്കിൽ ലക്ഷ്മി നക്ഷത്രം കൊണ്ടുവരുന്ന ആഹാര സാധനങ്ങൾക്ക് കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നോ ഇതൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഴിവ് വെച്ചിട്ട് നിങ്ങൾക്കെല്ലാം ചെയ്യാം. നിങ്ങൾക്ക് നല്ല കഴിവുള്ളത് തന്നെയാണ്, നമ്മൾ സമ്മതിക്കുന്നു. കാരണം വേറൊരാൾക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പം നിങ്ങളുടെ കഴിവിനെ നമ്മൾ മാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. നിങ്ങൾ ബിഗ് ബോസ് വരെ എത്തിയ ഒരു സ്ത്രീയാണ്. അച്ഛനെ വിളിച്ചിട്ട് പരസ്യമായിട്ട് മാപ്പ് പറയണം, അതാണ് വേണ്ടത്. ആ മനുഷ്യൻ്റെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. ആ മനുഷ്യൻ നിങ്ങളെ സഹായിച്ചതാണ്, അത് മനസ്സിലാക്കണം നിങ്ങൾ. എന്നിട്ടും ആ മനുഷ്യനെ ഇങ്ങനെ ഉപമിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റ് തന്നെയല്ലേ. ഒരാർക്കാണ് നിങ്ങളെ സഹായിക്കാൻ കഴിയുക, ആർക്കാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുക? ഈ കേസിന് പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അച്ഛൻ കേസിന് പോയതിന് ആരാണെങ്കിലും ഇത് മാത്രമേ ചെയ്യുള്ളൂ. ഒരു സഹായം ചെയ്തിട്ട് അവർ നിരന്തരമായിട്ട് ഇതുപോലെ അവഹേളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനിയൊരു സഹായം ചെയ്യുന്ന ആൾക്കാർ വരെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, വേണ്ട സഹായം ചെയ്യണ്ട, ആ രേണുസുധീൻ്റെ അവസ്ഥയായി പോകും എന്ന് പറയില്ലേ. അതുപോലെ തന്നെ അച്ഛൻ ഇനിയിപ്പോൾ നാളെ ഒരാൾക്ക് സഹായം ചെയ്യാൻ നോക്കുമ്പോൾ അച്ഛനോട് ആൾക്കാർ പറയില്ലേ, ഇനിയും പഠിച്ചില്ലേ മനുഷ്യ, ആ രേണുസുധിക്ക് കൊടുത്തിട്ടും പഠിച്ചില്ലേ എന്ന് ചോദിക്കൂലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പാവങ്ങളായ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ വീടില്ലാത്തവരുണ്ട്, ഒരുപാട് സ്ഥലവും ഇല്ലാത്തവരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് രേണു ഒരു കാര്യം ചെയ്യണം, അച്ഛനോട് മാപ്പ് പറഞ്ഞേ മതിയാവൂ. കാരണം നാളെ ഒരാൾക്ക് ഇത് സംഭവിക്കാൻ പാടില്ല. അച്ഛൻ്റെ മനസ്സ് മാറാൻ പാടില്ല. അച്ഛന് സ്ഥലം ഇനിയും ഉണ്ടാകാം, അച്ഛന് കൊടുക്കണമെന്നും ഉണ്ടാകാം. പക്ഷേ അച്ഛനെ കുറ്റം പറയും ആൾക്കാർ. രേണുവിന് കൊടുത്തുകൊണ്ട് മാത്രം മറ്റുള്ളവർക്ക് ചിലപ്പോൾ സ്ഥലം നിഷേധിക്കുന്നുണ്ടാകും. ഒരുപാട് പേരുണ്ട് രേണുവിൻ്റെ അത്ര കഴിവില്ല അല്ലെങ്കിൽ വാക്സാമർത്ഥ്യമില്ല, പിന്നെന്ന് പറഞ്ഞ് രേണുവിൻ്റെ അത്ര പിടിച്ചു നിൽക്കാനുള്ളൊരിതില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. മാപ്പ് പറയണം, അതാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹൈപ്പ് ചെയ്തോ, ഷെയർ ചെയ്തോ. നന്ദി, നമസ്കാരം.